ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഒരല്പം നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തുമായി സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 3 തരം സമീപനങ്ങൾ എടുക്കുന്ന ആളുകളെ കാണാം. അതിലൊന്ന്, ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ മുൻപ് നിരീശ്വര നിർമ്മതവാദത്തിലായിരിക്കുമ്പോൾ എടുത്ത ഒരു നിലപാടാണ്. മുസ്ലിം സമൂഹത്തെ വിളിച്ചു ചേർക്കുകയും ഒരു മനുഷ്യൻ്റെ രൂപം വരക്കുകയും നിങ്ങൾ പറയുന്ന അള്ളാഹുവിന് കയ്യുണ്ടോ എന്ന ചോദ്യമുയർത്തുകയും മുസ്ലിമീങ്ങളില്ല എന്ന് പറയുമ്പോൾ ആ കൈ മായ്ച്ചു കളയുകയും നിങ്ങൾ പറയുന്ന അള്ളാഹുവിന് കാലുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി പറയുമ്പോൾ കാല് മായ്ച്ചു കളഞ്ഞ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ചും ഇതേ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തോട് ചോദിച്ചപ്പോൾ ആ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും മായ്ച്ചു കളയേണ്ട അവസ്ഥയുണ്ടാവുന്നു. അവസാനം അവർ പരിഹാസത്തോടു കൂടി ചോദിക്കുന്നൊരു ചോദ്യം, എവിടെ നിങ്ങളുടെ അള്ളാഹ്? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച്, അവൻ്റെ ദാത്തിനെ സംബന്ധിച്ച് ഒരു ഭാഗം ആളുകൾ വിശ്വസിക്കുന്നത്. മറ്റൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കാറുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന് വെച്ചുകൊടുത്ത ചില സിഫത്തുകളുണ്ട്. ആ സിഫത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണോ അവതരിപ്പിച്ചത് അതിന് വിപരീതമായി മനുഷ്യർ അവൻ്റെ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ വകല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന ഒരായത്തുണ്ട്. ആ ആയത്തിനെ അശ്അരിയാക്കൾ വ്യാഖ്യാനിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് മനുഷ്യനോട് സംസാരിക്കുക, അതുകൊണ്ട് റബ്ബ് അള്ളാഹു മനുഷ്യനോട് സംസാരിക്കരുത്, അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കട്ടെ എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും വകല്ലമല്ലാഹു എന്ന് പറയേണ്ടിടത്ത് വകല്ലമല്ലാഹ എന്ന് പറയുകയും ആ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചു എന്ന് എഴുതി ചേർക്കുകയും ചെയ്തു. ഇതാണ് മറ്റൊരു വിഭാഗം. മറ്റൊരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ ബുദ്ധികൾക്ക്, മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായിട്ട് വേണം അള്ളാഹുവിൻ്റെ ദാത്തിനെ വിശേഷിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ വിശദീകരിച്ചത് ഇന്നല്ലാഹ അസ്സ വജൽ യബ്സുതു യദഹു ബില്ലൈൽ, റബ്ബിൻ്റെ കൈ നീട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ നാം അള്ളാഹുവിന് കൈയുണ്ട് എന്നല്ല പറയേണ്ടത്, അവിടെ നാം പറയേണ്ടത് അള്ളാഹുവിന് ശക്തിയുണ്ട്, അള്ളാഹു ഉദാരനാണ്, അള്ളാഹു സഹായിക്കാൻ കഴിവുള്ളവനാണ് എന്നൊക്കെയാണ് അവിടെ പറയേണ്ടത് എന്ന രൂപത്തിലാണ് ചില ആളുകൾ വ്യാഖ്യാനിക്കാറുള്ളത്. എന്നാൽ അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? അതാണ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ റബ്ബിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത് അത് അതുപോലെ വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ യദുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹ്, അവൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സുജൂദ് ചെയ്യാതിരിക്കുമ്പോൾ റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദൈ, എന്താണ് എൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ സുജൂദ് ചെയ്യാൻ നിനക്ക് എന്താണ് തടസ്സം? ഇത് റബ്ബ് ചോദിക്കുകയാണ്. റബ്ബിൻ്റെ യദ് കൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത് എന്ന് റബ്ബ് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇന്ന ഖുലൂബ ബനി ആദം കുല്ലഹ ബൈന ഇസ്ബഅൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 2 വിരലുകളുണ്ട്, ഇസ്ബഅൈൻ വിരലുകളുണ്ട്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. റബ്ബിന് വജ്ഹുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൽ സൂചിപ്പിച്ചത് നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. റബ്ബിന് വജ്ഹുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ കാണാം അല്ലാഹുവിന് വജ്ഹുണ്ട് എന്ന് പറയുന്നത്. റബ്ബിന് നുസൂലുണ്ട്, ഇറക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തവ, ഉപവിഷ്ടനാവുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പദങ്ങൾ റബ്ബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലും ഹദീസുകളിലും കൃത്യമായി കാണുവാൻ കഴിയും. ഇവിടെ നാം നമ്മുടെ ബുദ്ധി കൊണ്ടാണ് ആലോചിക്കേണ്ടത് എന്നല്ല പരിശുദ്ധ പ്രമാണം. നമുക്ക് എങ്ങനെയാണ് റബ്ബ് ഇറങ്ങുക, ഏത് രാത്രിയായിരിക്കും റബ്ബ് ഇറങ്ങുക എന്നാണ് നാട്ടിലുള്ള ചില ആളുകൾ അതിസമർത്ഥമായി ചോദിച്ചത്. നമ്മുടെ നാട്ടിൽ രാവിലെയാവുന്നത് അതുപോലെയല്ലല്ലോ അമേരിക്കയിൽ രാവിലെയാവുന്നത്. ഏത് രാത്രിയായിരിക്കും? അമേരിക്കയിലുള്ള രാത്രിയാണോ ഇന്ത്യയിലുള്ള രാത്രിയാണോ റബ്ബ് ഇറങ്ങുക എന്നാണ് ചില ആളുകൾ ചോദിച്ചത്. അത് റബ്ബ് ഇറങ്ങുകയൊന്നുമില്ല, അത് വെറുതെ ഒരു പരാമർശമാണ്, അതൊരു വാചകം മാത്രമാണ് എന്നതാണ് ഈ ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ അഹ്ലു സുന്നയുടെ നിലപാടെന്താണ്? മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുമുള്ള സൂചിപ്പിച്ചിട്ടുള്ളത് തരീഖുസ് സലഫ്, സലഫിൻ്റെ നിലപാടെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ദാത്തുമായി, അള്ളാഹുവിൻ്റെ സിഫാത്തുമായി, അള്ളാഹുവിൻ്റെ അസ്മാകളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സൂചിപ്പിച്ചാൽ മിൻ ഗൈരി തഹ്രീഫ്, ആ അർത്ഥത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതൊന്നും വിശദീകരിക്കരുത്. വലാ തഅ്തീൽ, ആ പദങ്ങളോട്, ആ ആശയങ്ങളോട് ഒരിക്കലും നിഷേധാത്മകമായ പ്രവർത്തനം അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാക്കുവാൻ പാടില്ല. വലാ തക്യീഫ്, അതിന് പ്രത്യേകമായൊരു രൂപം നമ്മൾ കാണുവാൻ പാടില്ല. വലാ തംസീൽ, അതിന് പ്രത്യേകമായൊരു ഉപമ, അത് അങ്ങനെയായിരിക്കും, അത് ഇതുപോലെയായിരിക്കും എന്ന് വിശദീകരിക്കുവാൻ നമുക്ക് ഒരു വകുപ്പുമില്ല. വലാ തഅ്വീൽ, നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദാത്തിനെയോ അള്ളാഹുവിൻ്റെ സിഫാത്തിനെയോ ഒരിക്കലും വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ലൈസ കമിസ്ലിഹി ഷൈ, റബ്ബ് മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. അള്ളാഹു എന്താണോ നമുക്കറിയിച്ചത് അത് അതുപോലെ വിശ്വസിക്കുക. ഇമാം മാലിക് റഹിമഹുമുള്ളയോട് ചോദിച്ചത് എന്താണ് ഇസ്തിവാവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇമാം മാലിക് കൊടുത്ത ഉത്തരമാണ് സലഫിൻ്റെ ഉത്തരം. അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവാ അറിയപ്പെട്ടതാണ്. വൽ കൈഫിയത്തു മജ്ഹൂൽ, അത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം അതൊരിക്കലും നമുക്കറിയുന്നതല്ല, അത് റബ്ബുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ വൽ ഈമാനു ബിഹി വാജിബ്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതെങ്ങനെയാണ്, അതിൻ്റെ രൂപം എന്താണ്, ഏത് രൂപത്തിലാണ് എന്നുള്ള ചോദ്യം ബിദ്അത്താണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് അഹ്ലുസുന്ന നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.